ഈ അടുക്കളയിലെ പരീക്ഷണങ്ങൾ എന്നും എനിക്കൊരു ഹരമാണ്. അങ്ങനെ ഇന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്, പെട്ടെന്ന് എന്തുകൊണ്ട് നമുക്കൊരു ഉഴുന്നുവട ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ ആവശ്യത്തിനുള്ള ഉഴുന്നൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദേ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നല്ല നുരുന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഉഴുന്ന് കുറച്ച് ഐസിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ദേ ഇങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ ഇവനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ചതച്ച കുരുമുളക്, പച്ചമുളക്, ഇത്രയും സാധനങ്ങളും ആവശ്യത്തിനുള്ള ഒപ്പം കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നല്ല കറുമുറേ ഫീലിന് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുവരെ എല്ലാം ശരിയാണ്. ഇനി എണ്ണ ചൂടാക്കുക, ഉഴുന്നുവട ഉണ്ടാക്കുക, അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയ്ക്ക് നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, സ്കിൽ. അത് നമുക്കില്ലാതെ പോയി. അതിനെക്കുറിച്ച് ആലോചിച്ചത് പോലും ഇല്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. അതുകൊണ്ട് പല രീതിയിൽ ആ ഷേപ്പിലേക്ക് എത്താൻ ഞാൻ കുറേ അധികം പരിശ്രമിച്ചു കേട്ടോ. ദേ ഈ ഊട്ടകൾ എന്നെ ചതിച്ചു, ഊട്ടയില്ലാത്ത പാത്രം വീണ്ടും എന്നെ ചതിച്ചു. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്ന സ്വഭാവം നമുക്ക് പണ്ടേ ഇല്ലാത്തത് കൊണ്ട് ഉഴുന്നുവട പല ഷേപ്പിൽ ഉണ്ടാക്കാമെന്നങ്ങ് തീരുമാനിച്ചാൽ പോരെ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ആദ്യത്തെ വടയാണ് ഡ്രാഗൺ വട. ഇത് ഒരു പ്രത്യേക തരം ഷേപ്പിലുള്ളതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊന്നും പറ്റാത്ത വേറൊരു സാധനം പാവവട. ഇനി ഒന്ന് തിരിച്ചു വെച്ചാലോ വേറൊരു ഷേപ്പിൽ വരും. എന്തൊരു കഴിവാണല്ലേ. അവസാനം എനിക്ക് മനസ്സിലായി, ഇത് നമുക്ക് കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. പാവവബി ഇപ്പൊ ഉഴുന്നോടെ കിട്ടുമെന്നും പറഞ്ഞവിടെ കാത്തിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കോമഡി എന്താന്ന് വെച്ചാൽ ചട്നി വരെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ പ്രത്യേക പ്രഹസനം ചെയ്തത്. വടക്ക് ഈ തവിയിൽ നിന്ന് വരെ ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഇത്രയും അധികം ഫ്ലോപ്പായി സങ്കടപ്പെട്ടൊരു നിമിഷം ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് കരുതി ഞാൻ കുറച്ച് ബജ്ജി വടകൾ ഉണ്ടാക്കി.